അപ്പോൾ ഇന്നത്തെ വർക്കെന്ന് പറയുന്നത് ഈ 2 ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാനാണ്. അതിൽ ഈ മെറൂൺ കളർ ബ്ലൗസ് എന്ന് പറയുമ്പോൾ അതിനൊരു പഫ് സ്ലീവ്സ് ഒക്കെ കൊടുത്ത് ബാക്ക് ഓപ്പൺ ആയിട്ട് പ്രിൻസസ് കട്ടായിട്ട് വേണം തയ്ക്കാനായിട്ട്. രണ്ടാമത്തെ പീക്കോ കളറിന് വേണ്ടിയിട്ട് കസ്റ്റമർ കറക്റ്റായിട്ടുള്ള റെഫറൻസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അതനുസരിച്ചിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ജേർണിയുടെ പാർട്ട് 4ഉം കൂടെയാണ് ഇത്. പാർട്ട് 3യിൽ പറഞ്ഞതുപോലെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി. അവിടെ ഒരു 40-40ലധികം ഡ്രസ്സസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസൈനിങ്ങും പാറ്റേൺ മേക്കിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കല്യാണം കഴിഞ്ഞ് കുട്ടിയായി അങ്ങനെ കുറേ വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വന്നു. അത് കാരണം കൊണ്ട് തന്നെ കൂടുതൽ പരീക്ഷണങ്ങളൊന്നും നടത്താൻ പറ്റിയിരുന്നില്ല. എങ്കിലും അന്നും ഇന്നുമൊക്കെ എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. പിന്നെ മോനൊരു 1-1.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെ സൂര്യ ടി വിയിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സീരിയലിൻ്റെ പേരൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ അതിനകത്തുള്ള ആക്ട്രസ് ഇടുന്ന ഡ്രസ്സിൻ്റെ നെക്ക് ഡിസൈൻ ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ. ഓരോ ദിവസവും അടുത്ത ദിവസം എന്തിടുമെന്ന് ഇങ്ങനെ കാത്തിരിക്കലായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ നെക്ക് ഫാഷൻസൊക്കെ. അപ്പം എനിക്കതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ സ്വന്തം ഡ്രസ്സുകളിൽ ഞാൻ പരീക്ഷണം തുടങ്ങി കേട്ടോ. അങ്ങനെ അത് കണ്ടാണ് ശരിക്കും അയൽവാസികളും കൂട്ടുകാരും അതുപോലെ ബന്ധുക്കളും ഒക്കെ ഇതെവിടെ നിന്ന് വാങ്ങി എങ്ങനെ തയ്ച്ചു എന്നൊക്കെ ചോദിച്ചാണ് എന്നെ ഒരു തയ്യൽക്കാരിയാക്കി മാറ്റിയത്. അങ്ങനെ ഞാൻ എല്ലാവർക്കും അതുപോലെ നെക്ക് ഫാഷൻസൊക്കെ വെച്ച് തയ്ച്ച് തുടങ്ങിയതാണ് എൻ്റെ ഈ തയ്യൽ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഒക്കെയും ഞാൻ ചെയ്താണ് പഠിച്ചത് കേട്ടോ. കറക്റ്റായിട്ടൊരു മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒരിടത്ത് പഠിക്കാൻ പോയിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ പല കോഴ്സുകളും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്റ്റിച്ചിങ് കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തയ്ച്ച് കഷ്ടപ്പെട്ട് വന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് നന്നായിട്ടൊരു സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങാൻ പറ്റുക.